നമ്മൾ നാടകം ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു പിന്നെ നമ്മുടെ പ്രതിഷേധങ്ങളും നമ്മുടെ പ്രതിരോധങ്ങളും തന്നെയാണല്ലോ നമ്മുടെ നാടകങ്ങളും നമ്മുടെ വാക്കുകളും. അത് തീർച്ചയായിട്ടും ഒരു വെറുതെ ഒരു നാടകം കളിച്ച് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു അഡ്രസ്സ് ചെയ്യുന്ന, അടയാളപ്പെടുത്തുന്ന ഒരു നാടകമായിരിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം. പിന്നെ അതിന് പറ്റിയ കുട്ടികളെ കിട്ടി, അവരെ വെച്ചിട്ട് നമ്മളത് പറഞ്ഞു, അവരത് കൂടെ നിന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ആദ്യം അവരോട് ചോദിക്കുകയാണ് ചെയ്തത്, എന്താണ് നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് ആദ്യത്തെ ഘട്ടത്തിൽ പലർക്കും വിനേഷ് ഫോഗട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ നടക്കുന്ന ആ ഇഷ്യൂവിനെ കുറിച്ചൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. പിന്നെ പതിയെ നമ്മൾ ഈ കാര്യങ്ങൾ പറയുകയും അവരെ കൊണ്ട് തന്നെ പത്രങ്ങളിലും ന്യൂസുകളൊക്കെ വായിപ്പിക്കുകയും അങ്ങനെ അവരെന്നെ കണ്ടെത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകളിലൂടെ തന്നെയാണ് ഡയറക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അവസാനം ഇപ്പം നമ്മളൊരു 4-5 മാസത്തോളമാണ് ഇതിൻ്റെ ഒരു ജൂലൈ ഓഗസ്റ്റ് മുതൽ നമ്മൾ തുടങ്ങിയാണ്. ഇപ്പോൾ സബ് ജില്ല കഴിഞ്ഞു, ജില്ല കഴിഞ്ഞു, ഇപ്പോൾ സ്റ്റേറ്റിലെത്തിയിരിക്കുകയാണ്. ഒരു 4-5 മാസത്തെ പ്രയത്നമുണ്ട് കുട്ടികളുടെ. തീർച്ചയായിട്ടും അതാണ് അവർ 100% ഡെഡിക്കേഷനോടെ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയത്. നമുക്ക് ഇങ്ങനൊരു പ്ലാൻ ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള ആദ്യത്തെ പ്രശ്നം കുട്ടികൾ ഇതിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കാനല്ല, അവർക്ക് അവരെ ഇഷ്ടത്തോടെ കളിക്കുക എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അത് അവർ ഏറ്റെടുത്തു, അവരത് ചെയ്തു. പിന്നെ അപകടങ്ങളും സാധനങ്ങളൊക്കെ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർ ഓവർകം ചെയ്തു, എന്നെ കംപ്ലീറ്റ്ലി മൈൻഡിൽ നിന്നു എന്നുള്ളതാണ് സന്തോഷം. നാടകത്തിൻ്റെ ഓഡിയൻസ് കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതിൽ കൈയടിക്കേണ്ട നേരത്ത് പ്രേക്ഷകരായ കൈയടിക്കുകയാണ്. ബോക്സിംഗ് ഗോദയിൽ കറുത്തവൾ ജയിക്കുമ്പോൾ കൈയടികൾ ഉയരുന്നത് കേരളത്തിൻ്റെ അഭിമാനമാണ്. അല്ല, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വിളിച്ച് പറയാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞവർ തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട സാധനങ്ങൾ തന്നെയാണ്. നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് കൊള്ളുന്നവർക്ക് കൊള്ളും, കൊള്ളേണ്ടവർക്ക് കൊള്ളും, അത്രയേ ഉള്ളൂ. ഇല്ല, ചിന്ന അങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിൽ പെട്ടെന്ന് തന്നിട്ടുള്ളൊരു നെയിം അത് ചൂസ് ചെയ്തു. ഒരു BA ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. സന്തോഷം, നല്ലൊരു ടീമിനെ കിട്ടി, നല്ലൊരു സാറിനെ കിട്ടി. പിന്നെ എന്തൊരു സപ്പോർട്ടായിട്ട് നമ്മളെ സ്കൂളിലെ സാറ് സുഭാഷ് സാർ രാത്രി വരെ പ്രാക്ടീസ് ഉള്ളപ്പോഴൊക്കെ ഞങ്ങളെ കൂടെ ഊണും ഉറക്കവും ഒന്നും ഇല്ലാതിരുന്ന സാറിനെ കിട്ടിയാണ് ഞങ്ങൾ ഏറ്റവും വലിയൊരു ഭാഗ്യം നിന്ന്. ആ ദുഷ്ടയായ കോച്ച്, എല്ലാവരും ഒരേപോലെ എഫേർട്ട് എടുത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചിന്നായാലും ഞാനായാലും അങ്ങനെ ഒരാളെ മാത്രം പറയേണ്ടതല്ല, 10 ആൾക്കാരും ഒരേപോലെ എഫേർട്ട് എടുത്ത് നടന്നൊരു നാടകം. പിന്നെ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം തന്നെയായിട്ട് കണ്ട് ചെയ്ത് ഞങ്ങൾ തകർത്തിട്ടുണ്ട്. ഞങ്ങളെ ഭാഗം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ദുഷ്ട നാടകമല്ലേ ചെയ്യേണ്ട, എന്താണോ പറയുന്നത് ചെയ്തിട്ടുണ്ട്. എന്നെ കാണിക്കാനായിരുന്നു നാടകം ഒന്നും കളിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, നേരെ മെസ്സിലേക്ക് ചെല്ലി വേറെ വെച്ചിട്ടുണ്ടോ മൂക്കുമുട്ട തിന്നോ. സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞ റെപ്യൂട്ടഡ് കോളേജ് കയറിയാ പിന്നെ എല്ലാം തികഞ്ഞതാണല്ലോ. ഇതിനൊക്കെ കൂട്ടാൻ ഗ്രാൻഡ് ഒന്നും കോപ്പൊന്നും പറഞ്ഞ് സർക്കാരാകും വേറെ. ബാക്കിയുള്ളവന്റെ നികുതി പണം ഞങ്ങളുടെ ഒരു ഗതികേട്. ഞാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ബോക്സിംഗ് ചെടിക്ക് ജീവനാ, അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്റെ കഷ്ടപ്പാടിനെയും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് വേദന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യണം ഞാൻ തയ്യാറാ. BM ഗേൾസ് സ്കൂളിലെ ഗേൾ പവേഴ്സ് ആണ്. സോ ഞങ്ങള് പ്രാക്ടീസ് ചെയ്ത പോലെ നമ്മൾ സൂപ്പർ ആക്കിയിട്ടുണ്ട് എന്നാണ് ഒരു ശരി. സന്തോഷമുണ്ട്. എല്ലാവരും ഒരേപോലെ നിന്നുകൊണ്ടാണ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ ടീം ആ ഒരു സിംഗിൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും. സാറുമാരായാലും അവർ പറയുന്ന പോലെ ചെയ്യുക, പിന്നെ എല്ലാം ഉണ്ടെങ്കിലും അപ്പം പറഞ്ഞു തരും. അതുകൊണ്ട് സന്തോഷമുണ്ട്.
ഈ ടീം കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇത്ര നന്നായി ചെയ്യാനും പറ്റിയത്. അസലായി കളിച്ചു മക്കൾ, ഗംഭീരായി കളിച്ചു. നമ്മൾ നാടകം ഇല്ലാത്തൊരു സ്ഥലത്തു നിന്ന് നാടകം ഉണ്ടാക്കി. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഡയറക്ടറെ ബിനീഷിൻ്റെ ഒരു ഒന്നുമില്ലാത്ത ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലത്തു നിന്ന് ഉണ്ടായതിൻ്റെ ഒരു പ്യൂരിറ്റി നാടകത്തിനുണ്ട് എന്നുള്ളതാണ്. അതന്നെ എനിക്ക് തോന്നിയത്. പിന്നെ അത് എന്ത് കൊടുക്കുന്നവർ അവർ അതേപടി എടുക്കുന്നു അതിനെ. അത് എഫേർട്ടിന് കിട്ടിയൊരു റിസൾട്ടാണ്. അവരെടുത്തിട്ട് സിൻസിയറായി ചെയ്തു, സത്യസന്ധമായിട്ട് ആ സ്റ്റേജിൽ കളിച്ചു. അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. സത്യസന്ധം, കള്ളത്തരം കാണിച്ചില്ല. അത് തോന്നി.